വിഷ്ണു ഇല്ലേ? ആ ഉണ്ട്. നിങ്ങളപ്പോ വന്നേ? ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. വിഷ്ണുവിനൊന്ന് വിളിക്കുക. അമ്മമ്മേ, കീരി സുഭാഷ് വന്നിക്ക്. ഓനപ്പാ ജയിലെന്ന് പറഞ്ഞ് 2 ദിവസമായി എന്നാ പറഞ്ഞേ. ഏട്ടനെ നോക്കി വന്നതാ. ഓൻ തന്നെ എവനെ നോക്കി പറഞ്ഞ് ഇഞ്ഞെന്തിനാ ഇപ്പം പറഞ്ഞ ഓനെ കൂട്ടുവേ? ആ ഇനി എന്താ വരാൻ ലേറ്റ് ആയിപ്പോയേ? വന്നിട്ട് എല്ലാവർക്കും ഒരേ പരാതിയടാ, ഞാൻ എവിടെയും പോകുന്നില്ല എന്ന്. അങ്ങനെ രാവിലെ തന്നെ കുടുംബക്കാരെ പോരയിലൊന്ന് പോയതാ. ഇനി ബാ. ഇനി ഓൻ്റെ എവിടെയാ പോന്നേ? ഓൻ ഗൾഫിന്ന് വന്നേല്ലേ, ജയിലിന്ന് വന്നതാ. അതിനിപ്പോ എന്നാ ഓൻ കുറ്റം ചെയ്തിന് ഓനെ ശിക്ഷയും കിട്ടിന്. ഇതോ കേട്ടാ വെറുതെ ഇവർ ഓടിപ്പോവാൻ നിൽക്കണ്ടേ. എന്തെങ്കിലും കേസിൽ പെട്ടിട്ട് ഏട്ടന് ജയിലിൽ പോകേണ്ടി വരും. ജയിലിൽ പോയില്ലെന്താ? നീ ഇവരൊന്ന് നോക്കി നോക്ക്. പോയ പോലെ ഉള്ള ഇപ്പൊ നല്ല തടിച്ചു കൊഴുത്ത് കുട്ടപ്പനായില്ലേ? ആടാ നല്ല ഫുഡാടാ. അത് മാത്രല്ല ഈ അറിയാവോ ഇപ്പൊ കൂലി 500-550 മേലെയായി. എനിക്കെത്ര കിട്ടുന്നേ? 360. ആ എനിക്കെത്ര കിട്ടുന്നേ? 300-350 റുപ്യ. അച്ഛമ്മേ നിങ്ങൾക്ക് എത്ര തൊഴിലുറപ്പിന്? ഞങ്ങൾക്ക് 338. തൊഴിലുറപ്പിന്റെ ഇത്രയേ ഉള്ളൂ? പോടാ. ഞാള് പോട്ടെ. എന്നാ പിന്നെ അതന്നെയാണ് നല്ല. ഫുഡും ഉണ്ട്, അക്കോമഡേഷനും ഉണ്ട്, നല്ല സാലറി. നമുക്ക് നല്ല പരിപാടി ഉണ്ട് ചെയ്യേ. കൊറേ കൊല്ലം നിൽക്കാനാവാ? നമുക്ക് നോക്കാം. നോക്കാല്ലേ?